മധുരമൊഴിയിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. എൻജസ് ആർമയുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സ്വർഗീയ സമ്മാനം മധുരമൊഴി. മധുരകരമായ സംസാരങ്ങളും ജീവിതാനുഭവങ്ങളും വിശുദ്ധരുടെ സംഭവങ്ങളൊക്കെയായി ഇത് കുടുംബങ്ങളെ ഉറപ്പായിട്ടും സഹായിക്കുന്നതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം. നമ്മെ സഹായിക്കുന്ന നമ്മുടെ നമ്മുടെ പ്രിയപ്പെട്ട ജോർജ് ചേട്ടനാണ്. ജോർജ് ഗ്ലോറിയ ചേട്ടനെ സ്നേഹപൂർവ്വം മധുരമൊഴിയുടെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മോടൊപ്പം എൻജസ് ആർമിയിൽ നിന്ന് വന്നിരിക്കുന്ന കുടുംബം കാസർഗോഡ് നിന്നുള്ള പ്രിയപ്പെട്ട സൈച്ചേട്ടനും ദീപ ചേച്ചിയുമാണ്. നിങ്ങൾ രണ്ടുപേരെയും സ്നേഹപൂർവ്വം ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഒരിക്കലും അമ്മച്ചി കുർബാന കഴിഞ്ഞപ്പോഴേക്ക് വികാരിച്ചനെ കാണാൻ വേണ്ടി വന്നു. കൂടെ കുഞ്ഞു കൊച്ചുമുണ്ട്. ഒരു 2ലോ 3ലോ പഠിക്കുന്ന ഒരു ആൺകുട്ടി, നല്ല കുസൃതിക്കാരനാണ്. അവൻ വന്നപ്പോൾ തന്നെ വികാരിച്ചനെ ഓവലൊക്കെ പിടിച്ച് വലിച്ച് സന്തോഷപൂർവ്വം അവനെ വരവറിയിച്ചു. അപ്പോൾ അമ്മച്ചി പറഞ്ഞു, അച്ഛൻ ഭയങ്കര കുസൃതിയാണ്, ഒരു കാര്യം പറഞ്ഞാൽ അനുസരിക്കത്തില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഇപ്പം വീട്ടിൽ ശർക്കര വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, അത് മിനിറ്റുകൾക്കുള്ളിൽ എത്ര കിലോ ഉണ്ടെങ്കിലും തിന്നു തീർക്കും. അപ്പോൾ വലിയ ഉരുട്ടിയ സാധനം, ശർക്കരയൊക്കെ മിനിറ്റുകൾക്കുള്ളിൽ അവൻ എടുത്തുകൊണ്ട് പോകുന്നത് കാണാം. എന്ത് അടയുണ്ടാക്കാനൊക്കെ വെച്ച് പെട്ടെന്ന് തീർന്നു പോകും. അപ്പം അച്ഛൻ ഇവനൊന്ന് ഉപദേശിക്കണമെന്ന് പറഞ്ഞു. അച്ഛൻ അവനെ ഒന്ന് അടിമുടി നോക്കി. അവൻ നന്നായിട്ട് ചിരിച്ച് കാണിച്ചു. അപ്പം അച്ഛൻ പറഞ്ഞു, പോയിട്ട് 2 ആഴ്ച കഴിയുമ്പോൾ വരാൻ പറഞ്ഞു. അപ്പോൾ അമ്മച്ചി വിചാരിച്ചു ഉറപ്പായിട്ടും അച്ഛൻ പ്രാർത്ഥിക്കുമല്ലോ, വിചാരിച്ചനല്ലേ പ്രാർത്ഥിക്കും. 2 ആഴ്ചയ്ക്ക് അമ്മച്ചി നന്നായിട്ട് പ്രാർത്ഥിച്ചു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ കൊച്ചിനായിട്ട് തിരിച്ചു വന്നു. കൊച്ചിനായിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് അച്ഛൻ അവനെ പിടിച്ച് മടിയിലിരുത്തി അവനെ ഒന്ന് തലോടിയൊക്കെ ഇരുന്നിട്ട് അച്ഛൻ പറഞ്ഞു, മോനെ ശർക്കരയൊന്നും അധികം കഴിക്കരുത്, ആരോഗ്യത്തിന് അത്ര നല്ലതല്ല, വയറ്റിൽ വേരയൊക്കെ കൂടും, അതുകൊണ്ട് നീ പൊക്കോ. അമ്മച്ചി വായും പൊളിച്ച് നിൽക്കുക. അമ്മച്ചി ചോദിച്ചു, എന്നാൽ അച്ഛനെ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നമുക്ക് പറഞ്ഞാൽ പോരായിരുന്നു? ഞാൻ വിചാരിച്ചു അച്ഛനിപ്പോൾ അവനെ വിലക്കുകയെ 2 കൈവപ്പ് കൊടുക്കുകയെ അല്ലെങ്കിൽ 2 ചീത്തുള്ളിയൊക്കെ നടക്കുന്നു. അച്ഛൻ പറയണം, അതല്ല, 2 ആഴ്ച മുമ്പ് ഞാനും ശർക്കര ഒത്തിരി കഴിക്കുമായിരുന്നേ, ഞങ്ങളുടെ കുശിനി പിടിച്ചൊക്കെ ഞാനും തിന്ന് തീർക്കുമായിരുന്നു. അതുകൊണ്ട് ഒരാഴ്ച ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നിർത്തിയിട്ട് വേണം ഇവരെ ഉപദേശിക്കാനായിട്ട്. അതുകൊണ്ട് മോനെ ഇനി മേലെ ശർക്കര കഴിക്കരുത് കേട്ടോ. അച്ഛനും കഴിപ്പ് നിർത്തി. പ്രിയപ്പെട്ടവരെ, ഇത് തന്നെയാണ് നമ്മുടെ മധുരമൊഴിയിലെ സംസാര വിഷയവും. എങ്ങനെ കുഞ്ഞുങ്ങളെ നമുക്ക് മനോഹരമായി തിരുത്താം, മുറിവുകളില്ലാതെ എങ്ങനെ നമുക്ക് കുഞ്ഞുങ്ങളെ തിരുത്താം എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ മധുരമൊഴിയിലെ സംസാര വിഷയം. പലപ്പോഴും നമ്മുടെ കുടുംബത്തിലുണ്ടാകുന്ന വലിയൊരു പൊട്ടൽ ചീറ്റിലെ കാരണം ഇതാ. നമ്മൾ കുഞ്ഞുങ്ങളെ ഭയങ്കര പരുഷമായിട്ടും ശക്തമായിട്ടും ആക്രമിച്ചൊക്കെ തിരുത്തുമ്പോൾ ഒത്തിരി മുറിവുകൾ അവശേഷിപ്പിച്ചുകൊണ്ടാണ് പോകുന്നത്, കുഞ്ഞുനാൾ മുതൽ വലുതാവുന്നവരെ. അതുകൊണ്ട് വലുതാകുമ്പോൾ അവർ വളരെ കൃത്യമായിട്ട് അതെല്ലാവർക്കും മറ്റുള്ളവർക്ക് മുറിവുകളൊക്കെ വിഭജിച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തുടങ്ങാം. എങ്ങനെ നമുക്ക് വിശുദ്ധമായിട്ടും മനോഹരമായിട്ടും മുറിവുകളില്ലാതെ തിരുത്താം? സംസാരിച്ചു. തിരുത്തൽ എന്ന് പറയുമ്പോൾ തന്നെ അതൊരു പ്രശ്നം പിടിച്ച കാര്യമാണ്, എല്ലായിടത്തും പ്രശ്നമാണ്. എന്താണെന്ന് വെച്ചാൽ തിരുത്തുമ്പോൾ തന്നെ നമ്മൾ തന്നെ തിരുത്താതെ മക്കളെ അല്ലെങ്കിൽ ആക്കിയുള്ളവരെ തിരുത്തുക എന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു പ്രശ്നമുള്ള കാര്യമാണ്. കാരണം സ്വയം തിരുത്തുക, ആദ്യം ചെയ്യുക. അത് രീതിയിലാണ് ഞങ്ങൾ സാധാരണ ചെയ്യാറുള്ളത്. ഞങ്ങളുടെ കുറവുകൾ എന്ന് വെച്ചാൽ നമ്മൾ തിരുത്തുമ്പോൾ നമ്മുടെ കുറവുകൾ മക്കൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ ആദ്യം ശ്രദ്ധിക്കുക നമ്മളെയാണ്. ആ ഒരു ബോധ്യം മനസ്സിലുള്ളത് കൊണ്ട് പലപ്പോഴും ഏതെങ്കിലും രീതിയിലുള്ള തെറ്റുകൾ അല്ലെങ്കിൽ കുറവുകളുണ്ടെങ്കിൽ ഞങ്ങളത് മനസ്സിലാക്കി പരസ്പരം തിരുത്താൻ ഞങ്ങൾ തയ്യാറാകാറുണ്ട്. അങ്ങനെ വരാറുള്ളൂ. ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് ഓർക്കുന്നത്, മോനെ കിടന്നുകൊണ്ടാണ് TV കാണുക. അപ്പോൾ കണ്ണട വെച്ചിട്ടുണ്ട്, ഷോർട്ട് സൈറ്റ് ഉണ്ട്. അപ്പോൾ എപ്പോഴും കിടന്നുകൊണ്ട് TV കാണുമ്പോഴത്തേക്കും ഞങ്ങൾ പറയും, കിടന്നുകൊണ്ട് TV ആണല്ലോ, എഴുന്നേറ്റ് ഇരുന്ന് കാണുകയാണെന്ന് പറയും. അപ്പോൾ ആദ്യമൊക്കെ പതിയെ പറയും. അപ്പോഴത്തേക്ക് ഒരു ദിവസം എന്നോട് വന്ന് ചോദിച്ചു, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക ചോദിച്ചു. അപ്പോൾ എനിക്ക് കാര്യം പെട്ടെന്ന് മനസ്സിലായി. കാരണം അച്ചാച്ചൻ മിക്കവാറും ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒന്ന് കിടന്നുകൊണ്ട് TV കാണുന്ന സ്വഭാവമാണ്. അപ്പോൾ അത് ക്ലിക്കായി എന്നുള്ളത് എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. അപ്പൊ തന്നെ എന്നോട് മോൻ ചോദിച്ചറിയാ, അച്ചാച്ചൻ കിടന്നോണ്ടല്ലേ കാണുന്നേ? അപ്പൊ പിന്നെ വെച്ചിട്ട് അവിടെ നിർത്തി. അപ്പോൾ അന്നേരം തന്നെ ഞാൻ സജിന്റെ അടുത്ത് പറഞ്ഞു, ആദ്യം സജിട്ടാ നമ്മൾ പറയുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ഇരുന്ന് ശരിയായിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇനി നമുക്ക് അവനോട് പറയാമെന്ന് പറഞ്ഞു. പക്ഷെ അന്നേരം തൊട്ട് അന്നേരം TV കാണുന്ന കേസിൽ സജിൻ അന്നേരം ഇരുന്നുള്ള ആ ശീലത്തിലേക്ക് കാരണം, അല്ലാതെ നമുക്ക് അത് കഴിഞ്ഞപ്പോൾ അവന് ഇരുന്നോണ്ടേ കാണുള്ളൂ. ഒരു മാറ്റം വരാനിടയായിട്ടുണ്ട്. സ്വയം തിരുത്തലാണ് അവർക്ക് ഏറ്റവും, നമ്മൾ മാതാപിതാക്കളുടെ തിരുത്തലാണ് അവർക്ക് ഏറ്റവും ഗുണകരമായി തീരുന്നത്. ഉറപ്പായിട്ടും. അല്ല തന്നെ കുഞ്ഞുങ്ങളെ നമ്മൾ ഉപദേശിക്കുമ്പോഴത്തേക്ക് ചില പേരൻസ് ഒക്കെ വരുന്ന കാണുമ്പോൾ തന്നെ പിള്ളേർ പറഞ്ഞതാ, ഉപദേശി വരുന്നു, സൊല്യൂഷൻ ബോക്സ് വരുന്നു, അഡ്വൈസ് ബോക്സ് വരുന്നു. ചില പേരൻസ് ഒക്കെ അങ്ങ് ഒരു ബ്രാൻഡിൽ വെച്ചേക്കാണ്, ദേ വരുന്നു പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ മിണ്ടാൻ തുടങ്ങുമ്പോഴേ പറയും, എന്തോ ഉപദേശം പറയാനാണ് അല്ലെങ്കിൽ എന്തോ പറഞ്ഞു തരാനാണ് ഉപദേശം എന്നുള്ള രീതിയിലാട്ടോ. അത് അവർക്ക് സ്വീകാര്യമല്ല. കാരണം മക്കൾക്ക് എപ്പോഴും ചില കാര്യങ്ങളൊക്കെ അവർക്ക് സ്വീകാര്യമാണ്, എന്നാൽ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് അവർക്ക് സ്വീകരിക്കാൻ പറ്റുകയല്ലോ. അതുകൊണ്ട് നമ്മളെ മാതാപിതാക്കളായി ഞങ്ങൾ സംസാരിക്കുമ്പോഴും
എന്തോ കാര്യങ്ങൾ പുതിയതായിട്ട് പറഞ്ഞു കൊടുക്കാനാണ് അല്ലെങ്കിൽ ഉപദേശിക്കാനാണ് ബോധ്യം അവരുടെ മനസ്സിൽ മുൻകൂട്ടിയുണ്ട്. അപ്പോൾ അത് ആ രീതിയിലും അവർ പലപ്പോഴും റിയാക്ട് ചെയ്യാറുണ്ട്. ചിലപ്പോൾ നമ്മൾ പല കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന കാര്യങ്ങൾ സാഹചര്യം വന്നാൽ പോലും അവർക്കൊരു മടുപ്പ് വരാറുണ്ട്. അപ്പൊ പറയും തുടങ്ങി ഉപദേശം പതിയെ ഇങ്ങനെ വെച്ചിട്ടൊന്ന് വലിയ ബുദ്ധിമുട്ട് വരാതെ. ശരിയാതെ, കാരണം അവരത് മനസ്സിലാക്കി വരണമെങ്കിൽ ഇച്ചിരി താമസം എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. ശരിക്കും ആദ്യത്തെ ലൈനിൽ തന്നെ ഞാൻ ഇപ്പോൾ എൻ്റെ മോളുടെ കാര്യം ഓർക്കായിരുന്നു. എൻ്റെ മൂത്ത മോള്, അവളെ ചെറുപ്പത്തിൽ എന്തെങ്കിലും ഞെട്ടലോ അങ്ങനെ അത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി അയ്യോ എന്നുള്ള വാക്ക് ഉപയോഗിക്കും. എൻ്റെ ഭാര്യയ്ക്ക് ആ വാക്ക് ഇഷ്ടമല്ല, എനിക്കും ഇഷ്ടമല്ല, പക്ഷെ അവൾക്ക് തീരെ ഇഷ്ടമല്ല. അപ്പോൾ അയ്യോ എന്നേ പറയാനുള്ളൂ, നിനക്ക് വേറെ ഒന്നും പറയാനില്ല, എൻ്റെ ഈശോ എന്ന് പറയാൻ പറ്റില്ല, വേറെ എന്തെല്ലാം പല ഇത്. ഓ അയ്യോ എന്ന് പറഞ്ഞാൽ എന്നാ, അതിപ്പോൾ എന്നാ കുഴപ്പം എന്നുള്ളതായിരുന്നു അവളുടെ റിയാക്ഷൻ. കുറച്ച് പറഞ്ഞ് പുള്ളിക്കാരി പറച്ചിൽ നിർത്തി വെച്ചാൽ എന്നതിലും ആട്ടെ, അവൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് വിട്ടു. പക്ഷെ സംഭവം പിന്നെ തുടരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവൾക്കൊരു മകളുണ്ടായി, അവള് അയ്യോ എന്ന് പറഞ്ഞു തുടങ്ങി. ഇപ്പൊ എല്ലാം മനസ്സിലായി. വീട്ടിൽ ഞാനും ഒത്തിരി അമ്മച്ചിരി പിച്ചുമാന്ന് മേടിച്ചിട്ട് കാര്യം ചെയ്ത് നമ്മൾ അയ്യോ നോക്കുമ്പോൾ അയ്യോ നല്ല ഈശോ രണ്ട് തലക്കുന്നതിന്റെ പറയത്തുള്ളൂ. അപ്പൊ തന്നെ നമുക്ക് റിബൽ അടിച്ചു തുടങ്ങും. ഞാൻ ഈ അടുത്തിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല, പക്ഷെ മനോഹരമായ വേറൊരു ആചാരം കണ്ടു. ഞാനിപ്പോൾ പുറത്തു പോയപ്പോഴത്തേക്ക് ഫോട്ടോ സെഷനാണ്. ഫോട്ടോ സെഷൻ സമയത്ത് വെല്ലുമോ വന്നിട്ട് പിള്ളേർ പറയാം, മക്കളെ ജീസസ് എന്ന് പറയും. സാധാരണ നമ്മൾ ചീസ് എന്നൊക്കെ പറയാൻ പറയുന്നത്, ഇത് പുതിയ ജീസസ്. അപ്പൊ എല്ലാവരും മുഖം വിരിഞ്ഞു വരുമല്ലോ, ഫോട്ടോയ്ക്ക് മുമ്പിലും ഒരു ഈശോ, ജീസസ്. വളരെ മനോഹരമായ നല്ല ആചാരങ്ങളാണ് ഇതെല്ലാം. ഈ സ്വയം തിരുത്തലിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ തുണി വിരിച്ചിട്ടോണ്ടിരുന്നപ്പോഴത്തേക്കും പെട്ടെന്നൊരു കമ്പിയേൽ ഞാൻ തട്ടി വീഴാൻ തുടങ്ങി. അപ്പം ഞാനത് കണ്ടില്ല. അപ്പം മോനെ എന്നെ സഹായിക്കാൻ വേണ്ടി തുണി എടുത്ത് തന്നുകൊണ്ടിരിപ്പുണ്ട്. അപ്പം ഞാൻ ഇത് തന്നെ മോനെ ഇവിടെ കിടക്കുന്ന തട്ടി വീണാലോ അമ്മ ഇപ്പോൾ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഇവൻ മറുപടി ഒന്നും പറഞ്ഞില്ല. അന്നേരം എന്നോട് പറഞ്ഞു, അച്ചാച്ചൻ പറയും എല്ലാം എടുത്തെടുത്ത് വെക്കണം എന്ന് പറയും. എന്നിട്ട് അച്ചാച്ചൻ തന്നെ ഇട്ടതാ അമ്മ അവിടെയെന്ന് പറഞ്ഞു. പക്ഷെ അന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വേറെ ദിവസം ഇതുപോലെ തന്നെ വന്നൊരു കേസ്, ഞാൻ പല്ല് തേക്കാൻ വേണ്ടി ഇരുന്നു, പൈപ്പ് കുറച്ചൊന്ന് തുറന്നിട്ടു, പേസ്റ്റ് എടുക്കേണ്ട ഒരു താമസം വന്നപ്പോഴത്തേക്കും പറഞ്ഞു, അമ്മയല്ലേ പറയാറ് വെള്ളം കളയരുതെന്ന്. ഞാൻ പറഞ്ഞു, മോനെ ഒരു ഇച്ചിരിയല്ലേ തുറന്നിട്ടുള്ളൂ, അങ്ങനെ ചെയ്യരുതമ്മേ എന്ന് പറഞ്ഞു. കുഞ്ഞുങ്ങള് ഇപ്പൊ നമ്മള് സ്വയംതിരുത്തലിനെ പറ്റി തുടങ്ങി, പിള്ളേര് നമ്മളെ തിരുത്തുന്നതിനെ പറ്റി അത് അങ്ങനെ ആയി തീരുന്നുണ്ട്. കാരണം ഇതൊക്കെ കുഞ്ഞിലെ നമ്മള് പല്ല് തേക്കാൻ തുടങ്ങുമ്പോൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്. പക്ഷെ അവര് അത് ഉള്ളിൽ കയറി എന്നുള്ളത് അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. തിരിച്ചു പറയുമ്പോഴാണ് നമുക്ക് പലപ്പോഴും ഇപ്പൊ മാതാപിതാക്കൾക്ക് പേടിയാണല്ലോ കുഞ്ഞുങ്ങൾ തിരുത്താനായിട്ട്. പക്ഷെ എന്തായാലും തിരുത്തുക എന്നുള്ളത് ഏറ്റവും ബേസിക് ഉത്തരവാദിത്തമാണ്. പക്ഷെ എങ്ങനെ തിരുത്തണം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ സംസാര വിഷയം. അതുപോലെ എങ്ങനെ മക്കൾ, അതിപ്പോൾ നമുക്ക് വടിയെടുത്തവരെ തിരുത്താം, അടിച്ചു തിരുത്താം, പക്ഷേ ഇങ്ങനെ വളരെ സരസമായിട്ട് മുറിവേൽപ്പിക്കാത്ത നമുക്ക് തിരുത്താൻ പറ്റും. തീർച്ചയായിട്ടും ഈ തിരുത്തലിന്റെ ഭാഗത്ത് മക്കളെ അങ്ങനെ മുറിവേൽപ്പിക്കാതെ തിരുത്താവുന്ന ഭാഗത്ത് ഞാൻ ചോട്ടൻ കാണുന്നത് എങ്ങനെയാണ്? ഒന്നാമത്തെ കാര്യം നമ്മൾ അവരെ ബഹുമാനിക്കുക എന്നുള്ളതാണ്. പറയാൻ എളുപ്പമാണ്. ഞാൻ തന്നെ ഒത്തിരി പരാതി, കാരണം തിരുത്തുമ്പം നമ്മളേതോ ഒരു കുറെ ഉയർന്ന ഒരു 3-4 സ്റ്റെപ്പ് നമ്മളങ്ങ് കയറി മോളിൽ കയറി നിന്നിട്ട് ഞാൻ ഓക്കെ എന്ന് പറഞ്ഞിട്ടാണല്ലോ അങ്ങനെ ഒരു നിലനിന്നുകൊണ്ടാണ് നമ്മൾ താഴോട്ട് തിരുത്തുന്നത്. ഞാൻ അധികാരിയാണ്, നീ അനുസരിക്കേണ്ടവന്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് നമുക്ക് താഴോട്ട് ഇറങ്ങി വന്നിട്ട് ഒപ്പത്തിനൊപ്പം നിന്നൊന്ന് തിരുത്താമെങ്കിൽ എനിക്ക് തോന്നുന്നു കുറേയേറെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളും മാറും. അങ്ങനെ വരുമ്പോൾ നമ്മൾ വെച്ചാൽ പരസ്യമായിട്ടിട്ട് തിരുത്തുകയല്ല. ഈ പരസ്യം എന്ന് പറയുമ്പോൾ ചിലപ്പം കല്യാണപ്പന്തൽ വെച്ചവരെയൊക്കെ തിരുത്തൽ നടക്കും. അങ്ങനെയാണോ തിന്നുന്നതെന്നൊക്കെ ചോദിച്ച് അവിടെ ഞാൻ പറയും, വീട്ടിലും കഴിവുണ്ടെങ്കിൽ മറ്റുള്ളവർ മറ്റ് സഹോദരങ്ങളാണെങ്കിൽ പോലും അവർ പോലും കേൾക്കാതെ തിരുത്തുകയാണ് നല്ലത്. കർത്താവ് അങ്ങനെയായിരുന്നല്ലോ. കർത്താവ് ശിഷ്യന്മാർ ഈവൻ ഫരിസേയരൊക്കെ അപമാനിച്ച് ഈ ശിഷ്യന്മാരെ കളിയാക്കിയപ്പോൾ പോലും കുറ്റം പറഞ്ഞു. ഈശോ ഒന്നും അവരെ കുറ്റപ്പെടുത്തിയിട്ടില്ല. ഒറ്റയ്ക്ക് കിട്ടുമ്പോൾ കാര്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, മനോഹരമായിട്ട് കൊടുത്തിട്ടുണ്ട്. അല്ല, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ആർക്കാണെങ്കിലും അവൻ്റെ ഈഗോയ്ക്കിട്ട് കുത്തുകൊണ്ട് കഴിഞ്ഞാൽ റിബല്യസ് ആകും. അത് സ്വീകരിക്കാനുള്ള സാധ്യത കുറയുക. പക്ഷെ നമ്മളെ പിടിച്ച് അപ്പുറത്തോട്ട് കൊണ്ടുപോയി അല്ലെ ഏതെങ്കിലും ഒരു മറ്റാരും കാണാത്ത മറ്റാരും ഇല്ലാത്തൊരു അന്തരീക്ഷത്തിൽ നമ്മൾ കെട്ടിപ്പിടിച്ച് ചേർത്ത് പിടിച്ചിട്ട് എൻ്റെ മോനെ അല്ലെ എൻ്റെ മോളെ അത് അങ്ങനെ ഞാൻ കാണിച്ചത് ബുദ്ധിമുട്ടായിപ്പോയല്ലോ, അല്ലെ എനിക്ക് ബുദ്ധിമുട്ടായിപ്പോയി, എന്നെ വേദനിപ്പിച്ചു, അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. മറ്റേതാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മുമ്പേ ഞാൻ പറഞ്ഞല്ലോ, അയ്യോ എന്ന് പറഞ്ഞാൽ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ എന്ന് പറയുന്നതിന് എന്താ കുഴപ്പമൊന്നും, അത് ചിലപ്പോൾ നമുക്ക് ലോജിക്കലായിട്ട് ബോധ്യപ്പെടുത്തി കൊടുക്കുക അത്ര എളുപ്പമൊന്നുമല്ല. പക്ഷേ അതേ കാര്യം നീ അയ്യോ എന്ന് പറയുമ്പോൾ എനിക്ക് ആകെ നാണക്കേടായിപ്പോയി കേട്ടോ, എനിക്ക് ആകെ വിഷമമായിപ്പോയി കേട്ടോ. ഇതിന് നമ്മൾ വേറെ ലോജിക്കൊന്നും വേണ്ട. എൻ്റെ അപ്പന് എൻ്റെ അമ്മയ്ക്ക് ഇത്ര സ്നേഹമുള്ള എൻ്റെ അപ്പന് അടുത്ത് പിടിച്ച് പറയുമ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. മേരിച്ച് നമ്മുടെ ഇതേ സീറ്റിലിരുന്ന് പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. വീട്ടില് കുഞ്ഞുങ്ങളൊക്കെ തമ്മിൽ പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് ഒറ്റയ്ക്ക് മുറിയിലേക്ക് വലിച്ചു കയറ്റിക്കൊണ്ടുപോയി മുറി അടച്ചിട്ടിട്ട് പറഞ്ഞു കൊടുക്കും.
ഒരു ദിവസം കൊച്ചിതുപോലെ ചേച്ചിനെ വലിച്ചകത്തോട്ട് കൊണ്ടുപോയി. എന്നിട്ട് മുറി അടച്ചിട്ട് പറഞ്ഞു കൊടുത്തു, അതെ അവൾ ചെയ്തത് അനിയൻ ചെയ്ത് ശരിയായില്ല, അവൻ അമ്മയൊന്ന് പറഞ്ഞേക്കണം. അതാണ് പിള്ളേർക്ക് നമ്മൾ എങ്ങനെയൊക്കെ തിരുത്തൽ കൊടുക്കുന്നത്, അതുപോലെ തന്നെ പിള്ളേർ അടുത്ത തലമുറയെ തിരുത്താനോ അല്ലെ മാതാപിതാക്കൾ പറയാൻ തുടങ്ങും. നിങ്ങളിനി ഈ ഫാമിലിയിലെ കാര്യങ്ങൾ എങ്ങനെയാണ് ഈ മക്കളെ എങ്ങനെ മനോഹരമായിട്ട് തിരുത്തുന്നത് പറഞ്ഞു തുടങ്ങും? ഫാമിലി കുടുംബത്തിലെല്ലാം ചില കാരണന്മാരെ ഞങ്ങൾ അച്ഛന്മാർ സാധാരണ എന്നെ സംബന്ധിച്ച് ഇച്ചിരി ഒച്ചത്തിൽ സംസാരിക്കുന്ന ആളാണ്. സ്വാഭാവികമാണല്ലോ. അപ്പോൾ നമ്മൾ ഒന്നും രണ്ട് പ്രാവശ്യം സാധാരണ രീതി പറയും. അത് കേൾക്കുന്നില്ല എന്ന് കാണുമ്പോൾ നമ്മുടെ ട്യൂൺ കുറച്ച് മാറും, ഇച്ചിരി റഫാവും. പിന്നെ വാണിംഗ് കൊടുക്കും. പിന്നെ പെട്ടെന്ന് ഒരു രക്ഷയിൽ നിന്ന് കാണുമ്പോൾ നമ്മൾ അങ്ങോട്ട് റഫായിട്ട് സംസാരിക്കും. അപ്പോൾ ആ സംസാരം ചിലപ്പോൾ അവർക്ക് ഇതൊരു ചിലപ്പോഴൊക്കെ മുറിവ് നല്ല വേദനയായിട്ട് വരാറുണ്ട്, വരാറുണ്ട്. ചിലപ്പോൾ നല്ല രീതിയിൽ സ്വീകരിക്കാറുമുണ്ട്. അപ്പം മുറിവുള്ള സമയത്ത് അവർ പെട്ടെന്ന് പിണങ്ങി റൂമിലോട്ട് പോകും, കരച്ചിലൊക്കെ ആയിട്ട് മുറി പോയി കിടക്കും. ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അച്ഛൻ പുറകെ പോണതാണ്. പുറകെ പോയി കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് കൂടുതൽ എടുക്കില്ല. അന്നേരത്തേക്ക് രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് പാട്ടും പാടി ചിരിച്ചോണ്ട്, കാരണം കണ്ടോണ്ടിരുന്ന നമ്മള് അല്ല അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മളത് അവർക്ക് വിഷമം വന്നോ എന്ന് മനസ്സിലായി എന്നുള്ള കാര്യം നമ്മളവരെ ബോധ്യപ്പെടുത്തും. മോൾക്ക് അല്ലെങ്കിൽ മോന് വിഷമം വന്ന് നമുക്ക് മനസ്സിലായി, പക്ഷേ എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞത് അല്ലെങ്കിൽ എന്തിനാണ് ചെയ്തതെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. പറഞ്ഞു കൊടുത്തു കഴിയുമ്പം നമ്മൾ പറയുന്നുണ്ട് ഇത് ഇന്ന കാരണമാണ്, കാരണസഹിതം പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് ആദ്യം ഒരു സ്വീകരിക്കില്ല. പിന്നെ കുറച്ചുകൂടി സ്നേഹത്തോടു കൂടി പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ എന്തുകൊണ്ടാണ് ഇതാണെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാവാറുണ്ട്. അപ്പോൾ അതിനുള്ള സൊല്യൂഷൻ എന്ന രീതിയിൽ ഞങ്ങൾ കോംപ്രമൈസ് എന്ന രീതിയിൽ മനസ്സിലായി ബോധ്യമായെങ്കിൽ ഞങ്ങൾ അതിനുള്ള ശിക്ഷ എന്ന രീതിയിൽ ഒരു ഉമ്മ വരിക, അങ്ങനെ ഒരു കോംപ്രമൈസ് ചെയ്ത് അപ്പൊ അങ്ങനെ പറയുമ്പോഴത്തേനോട്ട് അവർക്ക് ആ വിഷമം മാറുകയും ചെയ്തു. കാര്യങ്ങൾ മനസ്സിലാക്കി അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട ആള് പെട്ടെന്ന് അറിയാണ്ട് ചിരിച്ചു പോകും. അപ്പൊ ഒരു കെട്ടിപ്പിടുത്ത ഉമ്മയും കൂടെ കഴിയുമ്പോൾ അവിടെ തീർന്നു, പിന്നെ പിണക്കമില്ല. അതെ, ഞാൻ വസലിപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ബൈബിളിൽ ദൈവം കാണിച്ചു തന്നിരിക്കുന്ന അപ്പനും ഇത് തന്നെയാണ്. കായനും ആബേലും ബലി അർപ്പിച്ചു. കായൻ്റെ ബലി സ്വീകാര്യമല്ലായിരുന്നു. ഓക്കെ, അവനത് പക്ഷേ വിഷമമായി. വിഷമിച്ചിരിക്കുന്നവൻ്റെ അരിയോട്ട് ദൈവം അങ്ങോട്ട് ചെല്ലുക, എന്താ നിൻ്റെ മുഖം വാടിയിരിക്കുന്നത്, എന്താ നീ ഗർവിച്ചിരിക്കുന്നത്, അവൻ മിണ്ടുന്നില്ല. പക്ഷെ അവിടെ കായൻ വളരെ നെഗറ്റീവായൊരു ഫിഗറാണ് നമുക്ക് തരുന്നത്. എന്നാൽ പോലും ദൈവം എത്ര മനോഹരമായിട്ടാണ് ഇടപെടുന്നത്. അവനൊന്നും പ്രതികരിക്കുന്നില്ലെങ്കിൽ പോലും അവസാനം വരെ ദൈവം നിന്ന് അവസാനം ഈ പറഞ്ഞതുപോലെ പതുക്കെ സ്വരം മാറി വരികയാണ്. എന്നിട്ട് പറഞ്ഞു, നീ നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം പടിവാതുക്കൽ നിൽപ്പുണ്ട്, നീ അതിനെ കീഴടക്കണം. അപ്പം ഞാൻ ഓർക്കുകയാണ്, പതുക്കെ ആദ്യം മുഖം മാടിയിരിക്കുന്നത് കുട്ടികൾക്ക് വാസ്തവത്തിൽ ചെയ്യാവുന്നൊരു കാര്യമാണ്. അങ്ങനെയൊക്കെ വന്ന് പറയുമ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രതികരിക്കാം, എന്നോട് മിണ്ടാൻ വരണ്ട, എന്തെങ്കിലും ഒന്ന് പ്രതികരിച്ചാൽ അത് മുമ്പോട്ട് വേണ്ട. കായൻ അതുപോലും ചെയ്തില്ല. പക്ഷേ ഞാൻ പറയായിരുന്നു, കുഞ്ഞുങ്ങൾ അങ്ങനെയൊക്കെ ഇരുന്നാൽ പോലും അപ്പം നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് പിന്നെയും നമ്മൾ പറഞ്ഞ് അവസാനം എന്ത് പറയാൻ വന്നോ അത് പറഞ്ഞ് പൂർത്തിയാക്കിയിട്ടാണ് അതിനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇതിൻ്റെ നേരെ മറുവശമാണ് പുതിയ നിയമത്തിലെ അപ്പൻ. നമ്മൾ ധൂർത്തുപുത്രൻ്റെ അപ്പനെ കാണുന്നുണ്ടല്ലോ, എത്ര മനോഹരമായിട്ട് അപ്പൻ തിരുത്തുന്നത്. അപ്പനൊരു വാക്ക് പോലും പറഞ്ഞ ചില സമയത്ത് തിരുത്താൻ പറ്റും. മകനെല്ലാം നശിപ്പിച്ച് തിരിച്ചു വരുമ്പോൾ അപ്പം കാത്തിരിക്കുകയാണ്, കെട്ടിപ്പിടിക്കുന്നു, പുത്തനുടുപ്പ് കൊടുക്കുന്നു, ഉമ്മ വയ്ക്കുന്നു, മോതിരടിയിക്കുന്നു, കാളയെ കൊല്ലുന്നു, നാട്ടുകാരൊക്കെ വിളിച്ചറിയിക്കുന്നു. ഈ മകൻ ഇനി ഒരിക്കലും തിരിച്ചു പോകാൻ പറ്റില്ല. നമ്മൾ പലപ്പോഴും ഈ തിരുത്തലിൻ്റെ പ്രശ്നം അതാണ്. നമ്മൾ ചിലപ്പോൾ ഭയങ്കര പ്രകോപനപരമായിട്ടൊക്കെ തിരുത്തി കളയും. അന്നേരം ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം നമ്മൾ ആ ചെറുപ്പത്തിൽ നമ്മുടെ സ്വഭാവം തന്നെ മക്കൾ കിട്ടിയിരിക്കുന്നത്. നമ്മൾ ആ സമയത്ത് നമ്മൾ ചെറുപ്പം ഇതൊക്കെ ചെയ്തിട്ടുള്ളതെന്നുള്ളൊരു ബോധ്യം നമുക്ക് ഉള്ളതുകൊണ്ടാണ് നമ്മൾ പിന്നെ തിരുത്തുന്നത്. അതും കൂടി പറഞ്ഞു കൊടുക്കുന്നത് നല്ലതെന്ന് തോന്നുന്നു. എന്നു വെച്ചാൽ നിങ്ങളുടെ പ്രായത്തിൽ നമ്മളിത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ തെറ്റെന്താ നമുക്ക് മനസ്സിലായിട്ടുണ്ട്, അങ്ങനെ ഒരു ഇതും കൂടി അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായി എന്ന് തോന്നുന്നു. അപകർഷതയുണ്ടാകാതെ അതെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ. പിന്നെ ചെയ്യുന്നൊരു കേസ് തിരിച്ച് 10, 9, 8 എന്നിങ്ങനെ ഒന്ന് എണ്ണീട്ട് അപ്പൊ ഒരു ഗ്യാപ്പ് കിട്ടൂല. അതിനുശേഷം നമ്മൾ പ്രതികരിക്കാൻ പോകുമ്പോഴത്തേക്കും കുറച്ച് നമ്മളൊന്ന് തണുക്കും. എനിക്ക് പെട്ടെന്നുള്ള പ്രതികരണം നമുക്കും ദോഷം ചെയ്യും, അവർക്കും ദോഷം ചെയ്യും. പിന്നെ ഞങ്ങൾ ചെയ്യുന്ന ഒരു കേസ്, ചില തെറ്റുകൾ ആവർത്തിക്കുമ്പോൾ പറയും, 3 പ്രാവശ്യം അല്ലെങ്കിൽ 4 പ്രാവശ്യം പറഞ്ഞു കൊടുക്കും, ഇനി ആവർത്തിച്ചാൽ തീർച്ചയായിട്ടും അടി തരും. പക്ഷെ അത് കൃത്യമായിട്ട് പാലിക്കുകയും ചെയ്യണം. കാരണം 3 പ്രാവശ്യം ആകുമ്പോഴത്തേക്കും കൃത്യമായിട്ട് വലിയതൊന്നും അല്ല കാര്യം, ഇന്ന കാരണം കൊണ്ട് ചെയ്തു, ഇതുകൊണ്ട് ഞാൻ തരുമെന്ന് പറഞ്ഞായിരുന്നല്ലോ, അപ്പോൾ അത് കൊടുക്കാന്ന് പറഞ്ഞ് ചെയ്യുമ്പോഴത്തേക്കും കിട്ടും എന്നുള്ള കാര്യം അവർക്ക് ബോധ്യമുള്ളതുകൊണ്ട് അതൊരു മാറ്റം. അപ്പം പറഞ്ഞാൽ ഓർക്കുന്നുണ്ട്, അതിനെ വെച്ചാൽ അതിശയപ്പെടുത്തി ഇച്ചിരി പ്രാക്ടീസ് ഇച്ചിരി പാടാന്നൊക്കെ തോന്നുന്നു. അപ്പം പറയാണ്, പിള്ളേർ കുറച്ച് തെറ്റുകളൊക്കെ ചെയ്യട്ടെ വെച്ചാൽ, അവർ കുറച്ച് തെറ്റുകളൊക്കെ ചെയ്യട്ടെ, നമ്മൾ അതൊക്കെ അനുവദിച്ചു കൊടുക്കുന്നതല്ല. കാരണം അവർ അതിൽ തന്നെ കുറച്ച് പഠിച്ചോളും. പിന്നെ എല്ലാത്തിനും പ്രതികരിച്ച് അവരെ തല്ലിക്കൊല്ലാൻ നേരത്തേക്ക് ഞാൻ ആലോചിക്കുകയും,
കുമ്പസാരക്കുട്ടിലൊക്കെ ഞാനും പോയി നിൽക്കുമ്പോഴേ എന്നോടൊന്നും പറയാറൊന്നുമില്ല. എന്നോട് 3 നന്മ പറഞ്ഞു പറയുമെന്നും 3 സ്വർഗ്ഗസ്ഥലം എന്നൊക്കെ പറഞ്ഞോളൂ. അല്ലെങ്കിൽ അകത്തിരിക്കുന്ന കർത്താവിനെ മുണ്ടമ്പടിക്ക് അടിക്കണ്ട. അപ്പോഴാണ് ഞാനിവിടെ കട്ടിക്ക് എൻ്റെ മകനെ വലിയ കവളം പടന്ന് തല്ലാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ചിന്തിക്കുന്നതല്ല മാതാപിതാക്കൾ. നിങ്ങൾ വിചാരിക്കരുത് ഇവിടെ വന്നിരുന്നിട്ട് സുഖമായി നിന്നിട്ട് മാതാപിതാക്കളെ എല്ലാവരെയും അടച്ച് ഒരു സൈഡിൽ എടുത്തിട്ട് പിള്ളേർക്ക് വേണ്ടി ഡിഫെൻഡ് ചെയ്ത് സംസാരിക്കുന്നത് അല്ല. തിരുത്തണം ഉറപ്പായിട്ട്. പക്ഷേ തിരുത്തുമ്പോൾ ഒരിക്കലും മുറിവേൽക്കപ്പെടാതെ മക്കളുടെ ഭാഗത്തുനിന്ന് അല്പം ചിന്തിച്ചിട്ട് തിരുത്തുന്നതായിരിക്കും എപ്പോഴും ആരോഗ്യപരമായ തിരുത്തൽ. അല്ല, ആ ചിന്തിച്ച് തിരുത്തുക എന്നുള്ളതിനകത്ത് ഞാൻ ഒരു ഇതോടെ ഓർക്കുകയാണേ, പലപ്പോഴും നമ്മൾ തിരുത്തുന്നത് അവർ തിരുത്തപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയേക്കാൾ കൂടുതലായിട്ട് നമുക്കുണ്ടായ ഇമോഷൻ പറഞ്ഞു തീർക്കലാകാറുണ്ട്. നമ്മുടെ ദേഷ്യം തീരുന്നിടം വരെ എന്തെങ്കിലുമൊക്കെ പറയാം. അത് തിരുത്തൽ പ്രക്രിയയുടെ ഭാഗമേ അല്ല. അത് നമ്മുടെ അതിന്റെ ഗുണവും കിട്ടുന്നില്ല, ദോഷം പലതും ഉണ്ടാകുന്നുണ്ട് തന്നെ. നമ്മുടെ അസമയം എനിക്ക് ദേഷ്യം വന്നു എന്നുള്ളത് ഞാനൊന്ന് റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കാരണത്താലാണ്, എങ്ങനെയാണ് ഞാൻ എങ്ങനെ വേണം ഹാൻഡിൽ ചെയ്യാൻ, ഇത്രയും ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും എനിക്ക് സംഭവിച്ചിട്ടുള്ള അങ്ങനെ ചിന്തിക്കാൻ എപ്പോഴെങ്കിലും എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഇതിനൊക്കെ ഇപ്പം നമ്മളെന്നാ പറയാ, അത്രയേ ഉള്ളൂ. കാരണം എനിക്ക് ദേഷ്യം വന്നു. ഒരുപക്ഷെ എനിക്ക് തലവേദന എടുത്തിരിക്കുമ്പോഴായിരിക്കും എൻ്റെ ഇളയ മോള് ചെറുപ്പത്തിലെ ഇളയ മോള് എൻ്റെ ചെവിയിലോട് ഒന്ന് കുട്ടക്കുറു എന്ന് വെച്ചത്. ഈ അപ്പൻ്റെ ചെവി കുട്ടക്കുറു വെച്ചതൊരു പാവമല്ല, അത് തിരുത്തപ്പെടേണ്ട ഒരു കാര്യമില്ല. പക്ഷെ തലവേദനയായിട്ടിരുന്നപ്പം അല്ലേ, അതാ എനിക്കെന്നേരം ദേഷ്യം വന്നു. പക്ഷേ അവളെ കൊണ്ട് തന്നെ ഞാൻ കുട്ടക്കുറു വെപ്പിച്ചിട്ടുള്ളതാണല്ലോ എന്നോർത്ത് കഴിയുമ്പം കെട്ടിപ്പിടിച്ച് എൻ്റെ പൊന്നുമോള് തലവേദനയായിട്ടിരിക്കുക, ഇപ്പം നീ എന്നെ വെറുതെ എവിടെ പറഞ്ഞുണ്ടല്ലോ, അയ്യോ ഞാൻ അറിഞ്ഞില്ല ഇല്ലേ, വേറൊരു അന്തരീക്ഷത്തിലേക്ക് മാറാം. പക്ഷെ പലപ്പോഴും നമ്മളിത് ഓർക്കാറില്ല എന്നുള്ളത് എനിക്ക് തോന്നുന്നു മാതാപിതാക്കളുടെ ഭാഗത്ത് വരുന്ന ഒരു തകരാറും തോന്നുന്നുണ്ട്. നമ്മൾ സാധാരണ കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ കറക്ഷൻ കൊടുക്കാറുണ്ട്. പക്ഷെ ചില പിള്ളേർക്ക് ഒരിക്കലും അത് ഓവർകം ചെയ്യാൻ പറ്റാറില്ല, ഒരിക്കലും മാറ്റാൻ പറ്റാറില്ല. കാരണം ചില കാര്യങ്ങൾ അവരുടെ ജീവിതത്തിന് ജനിച്ച കാലം എന്നുള്ള ചില ഭാഗമായ കാര്യങ്ങളുണ്ട്. എത്ര പ്രാവശ്യം നമ്മൾ തല്ലിയാലോ വഴക്കിട്ടാലോ ഉപദ്രവിച്ചാലോ ഏത് രീതി കറക്ഷൻ കൊടുത്താൽ മാറ്റാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ അതിനെ പ്രതികരിക്കുന്നത്? ആദ്യത്തെ ഒരു സംഭവത്തിൽ ഒരാൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണെങ്കിൽ, ഞങ്ങളുടെ ആരെങ്കിലും ഒരാൾ ദേഷ്യപ്പെടുകയാണെങ്കിൽ മറ്റേ ആൾ പക്ഷേ സൈലൻ്റ് ആയിട്ടിരിക്കും. അവിടെ മക്കളെ സപ്പോർട്ട് ചെയ്യത്തില്ല, ഇവിടെ സപ്പോർട്ട് ചെയ്യത്തില്ല, മാറി നിന്നിട്ട് പതിയെ മനസ്സിലൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, കർത്താവ് എന്തെങ്കിലും ഒരു ഇടപെടൽ നടത്തണമെന്ന് വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അതിലും രക്ഷയില്ലാത്ത ചില കേസുകളിൽ നമ്മൾ കുറച്ച് ബാലൻസ് കുറച്ച് ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ കുറേയൊക്കെ ഒരു മാറ്റങ്ങൾ വന്ന് കാണാറുണ്ട്. സഹിച്ച് പ്രാർത്ഥിക്കുക, ചില ത്യാഗങ്ങൾ പ്രാർത്ഥിക്കുക. ഞാൻ ഓർക്കുന്നുണ്ട് പണ്ടിവിടെ നമ്മുടെ ഈ പ്രോഗ്രാമിന് വന്ന രജിച്ചേട്ടൻ പറഞ്ഞ് മക്കളുടെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് ബുദ്ധിമുട്ട് എത്ര ശ്രമിച്ചിട്ടുണ്ട്. ചേട്ടനൊരു സാറായിരുന്നു, എത്ര ശ്രമിച്ചിട്ട് പഠിപ്പിക്കാൻ പറ്റുന്നില്ല, ഒരു ഓർഡർ ആക്കാൻ പറ്റുന്നില്ല. അതിനുള്ളിൽ എന്നെ കൊണ്ട് പറ്റാൻ സാധ്യതയില്ല, അതുകൊണ്ട് ഇച്ചിരി എക്സ്ട്രാ ത്യാഗം. വൈകിട്ട് രാവിലെ ജോലി കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് വൈകിട്ട് ജപമാല കഴിഞ്ഞ് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ രാത്രി ഉപവസിച്ചിട്ട് വീണ്ടും മുട്ട കുത്തിന്ന് ഒരു ജപമാലോട് ചെല്ലി. ചേട്ടൻ പറഞ്ഞു കുറച്ചുകൂടി മിറക്കിളാണ്. അതായത് മക്കൾക്ക് വേണ്ടി പറഞ്ഞു തിരുത്തുന്നതിനേക്കാളും പറഞ്ഞു തിരുത്താൻ പറ്റാത്ത കാര്യങ്ങൾ മാറി നിന്ന് കരം പിടിച്ച് തിരുത്തുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം എനിക്ക് തോന്നിയിട്ടുണ്ട്. ചേട്ടൻ എങ്ങനെ നോക്കിക്കാണുന്നത് ഈ പറ്റാത്ത ബിയോണ്ട് തിങ്സ്? ബിയോണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കലിനപ്പുറത്ത് ചിലപ്പോൾ എൻ്റെ വീട്ടിലുണ്ടായിട്ടുള്ള എൻ്റെ കുഞ്ഞുങ്ങളിൽ നിന്നുണ്ടായ എൻ്റെ അനുഭവത്തിനകത്ത് നോക്കുമ്പം അവർ നിസ്സഹായരായിരിക്കും. കുറെ കാര്യങ്ങൾ അവർ നിസ്സഹായരാണ്. ശരിയാണ്. ചേർത്ത് പിടിച്ച് എൻ്റെ പൊന്നു മോളെ, ഇതിൽ കൂടുതൽ ഞാൻ നിന്നോട് എങ്ങനെയാ പറയുന്നത്, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്, എന്താ മോള് സഹകരിക്കാത്തതെന്നൊക്കെ നമ്മൾ വളരെ ചങ്ക് പൊട്ടി പറയുമ്പം അവർ അതിൽ കൂടുതൽ ചങ്ക് പൊട്ടിക്കൊണ്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, പറ്റുന്നില്ല. അപ്പോൾ ഇത് രണ്ടുപേരുടെ നിസ്സഹായതയാണ്. അപ്പനെന്ന നിലയ്ക്ക് എൻ്റെ നിസ്സഹായതയാണ്, മകളെന്നുള്ള നിലയ്ക്ക് അവളുടെ നിസ്സഹായതയാണ്. ഈ രണ്ട് നിസ്സഹായതയുമായിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ പോയി നിൽക്കുക എന്നുള്ള മനോഹരമായ ഒരു കാര്യം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ഇങ്ങനെ ചിന്തിച്ച് നോക്കിയിട്ടുള്ളപ്പം എനിക്ക് തോന്നിയിട്ടുള്ളൂ ദൈവം പ്രവർത്തിക്കുക, അതാണ് അൾട്ടിമേറ്റ്ലി. ഇനി ചില കാരണങ്ങളുണ്ട്, അതും കൂടെ നമ്മളൊന്ന്, ചിലത് അവർ ആന്തരിക സൗഖ്യവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരിക്കാം. അതിൻ്റെ വേരുകൾ ചിലപ്പോൾ അങ്ങ് ഗർഭാശയം വരെ എത്തിയേക്കാം. അവിടെ ഇതിനൊക്കെ നമ്മൾ ഇവിടെ വെച്ച് ലേപനം പുരട്ടിയാലൊന്നും ഉപദേശം കൊടുത്താലൊന്നും തിരിച്ചു പോകേണ്ടി വരും. അത് ചിലപ്പോൾ തിരിച്ചു പോയി അവൾ സൗഖ്യത്തിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യകത ഉണ്ടായിരിക്കാം. ഒരു റീസൺ എനിക്ക് തോന്നുന്നു. പിന്നെ ചിലപ്പോൾ തോന്നുന്ന ചില കാര്യങ്ങളുണ്ട്, അത് അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ അങ്ങനെ ആയിരിക്കും. അവരെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുക. ഇപ്പൊ എന്നോട് ഞാൻ തന്നെ ആലോചിക്കുക, എന്നെക്കുറിച്ച് എനിക്ക് ഏറ്റവും അടുത്തറിയാവുന്ന പുള്ളി എന്നുള്ള നിലയ്ക്ക് എന്നെക്കുറിച്ച് ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ബലഹീനതയാണ്. ഓക്കെ, എൻ്റെ ഭാര്യ എന്നെ ഉപദേശിക്കുകയല്ല, എൻ്റെ അമ്മ എന്നെ ഉപദേശിക്കുകയാണ്, ഈ ഇത്രയൊക്കെ സംസാരിക്കരുത്, ഇങ്ങനെയൊക്കെ ഉള്ള വില പോകും, ഇവിടെയൊക്കെ ഒന്ന് ഗൗരവത്തിനിരിക്കുന്നൊക്കെ പറഞ്ഞാൽ
ഒരളവോളം എനിക്കത് പറ്റില്ല. അവർ പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷെ എനിക്കത് പറ്റിയെന്ന് വരില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അയാൾ പറയുന്നതുകൊണ്ട് കുറേ ഗുണമുണ്ടല്ലോ, പറയുന്നതുകൊണ്ട് കുറച്ച് ദോഷമുണ്ട് എന്ന് നമ്മൾ ഇത് നമ്മുടെ മക്കളുടെ അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് സൃഷ്ടിച്ചത്. ഉറപ്പായിട്ട് നന്മകൾ കാണുമല്ലോ. നന്മകൾ നന്മയായിരിക്കും ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നത്. നമുക്ക് അത് നന്മയായിട്ട് മാത്രം തോന്നണമെന്നില്ല. അതിപ്പോൾ ഏത് കാര്യമുണ്ടല്ലോ, വെയിൽ വരുമ്പോൾ നമ്മൾ എന്നാ പറയും, എന്തൊരു ചൂടാ വെയില അല്ലേ. അന്നേരം നമ്മൾ തുണി ഉണങ്ങാനിട്ടിട്ടുണ്ടെങ്കിലോ, അയ്യോ വെയിൽ പോയല്ലോ എന്ത് ചെയ്യും, അപ്പം വെയിൽ വേണം. ഇപ്പം ഇതിന് ഈ കുറവ് കർത്താവിൻ്റെ സൃഷ്ടിക്ക് പോലും നമ്മൾ ഈ കുറവ് തീർത്തൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ ആവശ്യമാണ് നമുക്ക് അന്നേരം അല്ലേ. ഇപ്പം എന്നോട് മിണ്ടരുതെന്ന് പറയുന്ന ആൾ തന്നെ അത്യാവശ്യമുള്ള സന്ദർഭത്തിൽ മിണ്ടാതിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അയ്യോ അപ്പോൾ അതുപോലെയുള്ള ഒരു സംഭവമുണ്ട്. അതെനിക്ക് തോന്നുന്നു ഈ രണ്ട് കാര്യങ്ങൾ പ്രധാനമാണ്. പിന്നെയും ചില കാര്യങ്ങളൂടെ ഉണ്ട്. ചിലപ്പോൾ നമ്മൾ ഇതിനിടയ്ക്ക് അവസരം കിട്ടുകയാണ് നമുക്ക് പറഞ്ഞ ആ ഭാഗം ഒന്ന് നമുക്ക് കുടുംബത്തോട് സംസാരിക്കുന്നതായിരിക്കും. അതായത് ഈ ഗർഭാവസ്ഥ മുതലുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ, അത് ഉറപ്പായിട്ടും ഈ കുഞ്ഞുങ്ങളുടെ ചില സ്വഭാവ വൈകൃതങ്ങളിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും വരുന്നുണ്ട്. അപ്പൊ മക്കള് ഒരാള് എല്ലാം ഇങ്ങനെ വലിച്ചു വാരിയിടുന്ന സ്വഭാവമാണ്. പലവട്ടം അവിടെ ഉപദേശിച്ചു നോക്കി, സമാധാനത്തിൽ പറഞ്ഞു നോക്കി, പ്രാർത്ഥിച്ചു നോക്കി, ഭീഷണിപ്പെടുത്തി നോക്കി, ഒരു രക്ഷയില്ല, ഒന്നും നടക്കുന്നില്ല. അപ്പൊ ഞാനിരുന്ന് കുറച്ചു നേരം ഇരുന്ന് ആലോചിക്കാൻ തുടങ്ങി, ഇത് ശരിക്കും എവിടെയാ തുടങ്ങിയത് എന്നുള്ളത് ചിന്തിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ ആ സമയത്ത് ഡ്രസ് പെയിന്റിങ്, തൈക്കൽ, ഇങ്ങനത്തെ ഡിസൈനിങ് സംഭവങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു ഗർഭിണിയായിരുന്ന സമയത്ത്. അപ്പൊ ആ സമയത്ത് ഞാൻ എൻ്റെ റൂമിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോ അവിടെ മുഴുവൻ സാധനം നിരത്തിയിട്ടിരിക്കുകയാണ്. അപ്പൊ ഭയങ്കര ഹൈ പിച്ചിൽ പാട്ട് കേൾക്കും. അത്യാവശ്യം ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് ഇത് നിരത്തിയിട്ട്. പക്ഷെ ഒരുവിധ സാധനം എല്ലാം നിലത്ത് കിടക്കുന്നു, മേശയിൽ കിടക്കുന്നു. അപ്പുറത്ത് റൂമിലോട്ട് കയറിയാൽ ഒരു അത്രയ്ക്ക് ഡിസോർഡർ ആയിട്ട് കിടക്കുന്ന സ്ഥലമാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇപ്പം മോളുടെ സമയത്ത് അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് ഇവളുടെ കുഴപ്പമല്ല. ശരിക്കും പറഞ്ഞാല് എൻ്റെ ഉള്ളിൽ നിന്ന്, അവളെ എൻ്റെ ഉള്ളിലായിരുന്നപ്പോൾ വന്ന ഒരു സംഭവമാണത്. ഇപ്പോഴും അവളാണേലും ഭയങ്കര ഹൈ പിച്ചിൽ സൗണ്ട് അവൾക്ക് കേൾക്കണം. അപ്പൊ അങ്ങനത്തെ ഇച്ചിരി അടിച്ചുപൊളി പാട്ടൊക്കെയാണ് ഇഷ്ടം. അപ്പൊ ആ സമയത്ത് എൻ്റെ ഒരു ചിന്ത വന്നത്, അങ്ങനെയൊക്കെ കേട്ടോണ്ടെങ്കിൽ കൊച്ചു നല്ല ആക്റ്റീവ് ആകും, അങ്ങനെ ഒരു പ്രതീക്ഷയിലാണ് ചെയ്തത്. പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ ഇവളോട്, പക്ഷെ അത് കണ്ടുപിടിച്ചതിന് ശേഷം ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് വേണ്ടിയിട്ട് ആ പ്രഗ്നൻസിയുടെ ടൈമിൽ ഞാൻ ചെയ്തു പോയത് ആ ഒരു തിരുത്തൽ, അതിനു വേണ്ടി പ്രാർത്ഥിച്ചു. അവൾക്ക് സൗഖ്യത്തിന് വേണ്ടി രാത്രി തലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നു അവൾ ഉറങ്ങി കഴിയുമ്പോൾ. അത് ശരിക്കും പറഞ്ഞാൽ പ്രഗ്നൻസിയിൽ നമ്മൾ ആഗ്രഹിച്ച് ചെയ്ത ഒരു കാര്യം അതിലേക്ക് വരികയാണ്. പക്ഷെ നമ്മൾ അറിയാതെ ചെയ്തു പോകുന്ന പല കാര്യങ്ങളും നിസ്സഹായത മേഖലയിൽ നമ്മൾ പറഞ്ഞു. ഒന്നാമത്തെ കാര്യം ഉറപ്പായിട്ടും നമ്മൾ പ്രാർത്ഥിച്ച് തന്നെ ഇവർക്ക് വേണ്ടി ഒരു ഹീലിംഗിന് ശ്രമിക്കണം. രണ്ട്, ഒരു മാതാപിതാക്കൾ അവരെ പ്രത്യേകിച്ച് ഗർഭാവസ്ഥ സമയത്തൊക്കെ ശ്രദ്ധിക്കണം. മൂന്നാമത് എനിക്ക് തോന്നുന്നു പലപ്പോഴും കുടുംബങ്ങൾ നടക്കാതെ പോകുന്നൊരു കാര്യമാണ് കുഞ്ഞുങ്ങളെ ചെറിയ ചെറിയ കൗൺസിലിങ്ങൊക്കെ കൊണ്ടുപോവുക. വൈദികരെടുക്കലോ, സിസ്റ്റേഴ്സിൻ്റെ എടുക്കലോ, പ്രാർത്ഥിക്കുന്ന അൽമാരെടുക്കലോ, ധ്യാനകേന്ദ്രങ്ങളിലോ ഒക്കെ. കാരണം മാതാപിതാക്കൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒത്തിരി പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ട്. പ്രത്യേകിച്ച് തിരുത്തലിൻ്റെ മേഖലയോട് ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ മാതാപിതാക്കൾക്ക് ബിയോണ്ട് കൺട്രോൾ ഉണ്ട്. ആ മേഖലയിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസുകളുണ്ടോ? തീർച്ചയായിട്ടും. ചില സമയത്ത് അവർ പറയാറുണ്ട്, നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു, അല്ലെങ്കിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം പറഞ്ഞു കൊടുത്തു, എന്നാലും അവർ പറയാറുണ്ട് നമുക്ക് പറ്റുന്നില്ല, സാധിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ഗൈഡൻസ് തരുന്ന, സ്പിരിച്വലായിട്ട് കേട്ടുന്ന ആൾക്കാരുണ്ട്. അവരുടെ അടുത്ത് അവരിങ്ങോട്ട് ആവശ്യപ്പെടാറുണ്ട്, നമുക്ക് അവിടെ പോകാം, എനിക്കൊന്ന് അവിടെ പോകണം, ഇങ്ങോട്ട് ആവശ്യപ്പെടാറുണ്ട്. അവിടെ പോയി കുട്ടികൾ തന്നെ അവരോട് പോയി ജസ്റ്റ് പ്രാർത്ഥിച്ചു. അവർക്ക് തൊട്ട് ഞങ്ങളങ്ങനെ കൊണ്ടുപോയി ശീലം ഉണ്ടായിരുന്നു. വേറെ കൂട്ടുകെട്ടിലേക്ക് പോണ്ടെന്ന് ബോധപൂർവ്വം ഒന്ന് തിരിച്ചു വിട്ടതാണത്. ആ പിള്ളേർക്ക് ബോധ്യമുണ്ട് അവിടെ ചെന്ന് അല്ലെങ്കിൽ കുറച്ച് നേരം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ആഗ്രഹിക്കുന്ന സൗഖ്യം കിട്ടും, അല്ലെങ്കിൽ ഒരു ആശ്വാസം കിട്ടുമെന്ന് ബോധ്യമുള്ളതുകൊണ്ട് നമ്മളെക്കാളും കൂടുതലായിട്ട്, ഒരു പടി കൂടുതലായിട്ട് അവിടെ നിന്ന് കുറച്ചുകൂടി കിട്ടുന്നൊരു ബോധ്യം അവർക്കുണ്ട്. അതുകൊണ്ടാണ് അവർ ഇങ്ങോട്ട് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ചില സമയത്ത് മാസത്തിൽ 1 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ ആവശ്യ സമയത്ത് അവർ ആവശ്യപ്പെടുന്നതനുസരിച്ച് നമ്മൾ ഇങ്ങനെ സ്പിരിച്വലായിട്ട് ആൾക്കാരെ. സാധാരണ രീതിക്ക് മാതാപിതാക്കൾക്ക് പിള്ളേരെ കൗൺസിലിംഗ് എന്ന് കൊണ്ടുപോകാൻ പേടിയാണ്. കാരണം കൗൺസിലിംഗ് കൊണ്ടുപോയി എൻ്റെ കുഞ്ഞിന് എന്തോ മാനസികാവസ്ഥ കൊണ്ടുവന്ന തെറ്റിദ്ധാരണയൊക്കെ അല്ല, അങ്ങനെ ഉറപ്പായിട്ടുണ്ട്. അങ്ങനെ ചിന്തിക്കുക പോലും വേണ്ട. കർത്താവിൻ്റെ ഹിതം അറിയാനും അല്ലെങ്കിൽ ചില കുഞ്ഞു തിരുത്തലുകൾ കിട്ടാനൊക്കെ ഇതുപോലെ കൗൺസിലിംഗ് ഒത്തിരി നല്ലതാണ്. പക്ഷെ ഒരു കാര്യം എനിക്ക് തോന്നുന്നു മാതാപിതാക്കൾക്ക് വളരെ പെട്ടെന്ന് സെൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യം, എൻ്റെ മകളുടെ സ്വഭാവം എന്താണെന്ന് നമുക്കറിയാം, അവൾ എന്താണെന്ന് നമുക്കറിയാം. പക്ഷേ പെട്ടെന്ന് ചില ട്വിസ്റ്റുകൾ വരിക. മര്യാദയ്ക്ക് നടന്നിരുന്ന പയ്യൻ പെട്ടെന്ന് മുൻകോപിയാകുക, അനുസരിച്ചുകൊണ്ടും കാര്യമായിട്ടെല്ലാം നടന്നുകൊണ്ടിരുന്ന പെട്ടെന്ന് അനുസരണയില്ലാതെ ആകുക, പെട്ടെന്ന് അസ്വസ്ഥനാകുക, പെട്ടെന്ന് മൗനിയാകുക. പ്രകടമായ മാറ്റം പെട്ടെന്ന് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇത് ശ്രദ്ധയോടെ ഇരിക്കുന്ന മാതാപിതാക്കൾക്ക് മാത്രമേ സാധിക്കൂ. ഇത് ചിലപ്പോൾ മറ്റ് ഏതെങ്കിലും ഇൻഫ്ലുവൻസ് ആകാം.
ഇനി ചില ദുഷ്ടാരൂപികളുടെ നെഗറ്റീവ് ദുഷ്ടാരൂപികളുടെ എന്നെല്ലാം പറയുമ്പോൾ നമ്മളുടനെ കൊമ്പും മാലും എല്ലാം വെച്ച് വരണമെന്നില്ല. ഇപ്പം ഞാൻ പറയാം, ഒരു കൗമാരപ്രായത്തിലോട്ടെത്തിയ ഒരു കുഞ്ഞ്, ഒരു ആണോ പെണ്ണോ ആയിക്കോട്ടെ, ഒരു കുഞ്ഞ്, അതിനെ ഒരുപക്ഷെ അതിനെ ഒരു ലൈംഗികമായ ഒരു സ്പർശനമോ അതുപോലെ എന്തെങ്കിലും തെറ്റായ ഒന്നിലേക്ക് ഡ്രൈവ് ചെയ്യപ്പെടുമ്പോൾ, വാസ്തവത്തിൽ അത് അച്ഛൻ പറഞ്ഞ ദുഷ്ടാരൂപി തന്നെയാണ്, കൊമ്പും മാലും ഒന്നുമില്ല. പക്ഷെ ഇതിവനെ മൊത്തത്തിൽ പ്രശ്നമാക്കും. ഇത് എങ്ങനെ പരിഹരിക്കണമെന്ന് അവൻ അറിയില്ല, ആരോട് പറയണമെന്ന് അറിയത്തില്ല. ഇതിൻ്റെ എല്ലാം കൂടെ പ്രകടനമാവാം ചിലപ്പോൾ. എല്ലാം ഇപ്പം ഞാനിപ്പോൾ ലൈംഗികത ഒരു ഉദാഹരണം പറഞ്ഞൊന്നുമില്ല, അങ്ങനെ തന്നെ ആകണമെന്നില്ല. എന്ത് വേണമെങ്കിലും ആകാം. ഒരു കള്ളം പറഞ്ഞതാകാം, സ്കൂളിൽ അധ്യാപകനോട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ കള്ളം പറഞ്ഞു, അതവനെ അസ്വസ്ഥപ്പെടുത്തുന്നതാകാം, എന്തുമാകാം. പക്ഷെ അച്ഛൻ പറഞ്ഞ പോലെ ഇതിനകത്തൊരു ദുഷ്ടാരൂപിയുടെ കളിയുണ്ട്. ഇങ്ങനെ വരുമ്പോൾ ഞാൻ ഓർത്തുകൊണ്ടിരിക്കുന്ന എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുള്ള വല്യമ്മയോ അല്ലെങ്കിൽ അപ്പനോ അമ്മയോ ഒക്കെ തന്നെ അവൻ ഈയിടെയായിട്ടൊരു മൂശേട്ട സ്വഭാവം വന്നിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പള്ളിയിലോട്ട് പോവുക. എന്നിട്ട് കുർബാനയും കഴിഞ്ഞ് ഇറങ്ങുന്ന വഴിക്ക് അച്ഛൻ്റെ ചുവട്ട് കണ്ടിട്ട് പറയാം, അച്ഛാ ഒന്ന് തലയ്ക്ക് പിടിക്കണം, ഇവൻ ഇങ്ങനെയാണ്. അപ്പോൾ ഞാനൊന്നും ഇങ്ങനെ തലയ്ക്ക് പിടിച്ചു, വേറെ കുഴപ്പമൊന്നുമില്ല, പിടിച്ചോട്ടെ എന്ന് പറഞ്ഞ് നിന്ന് കൊടുക്കും. പക്ഷെ ഇപ്പോൾ എനിക്കറിയാം അതിലൂടെ നടക്കുന്നത് ഒരു അത്ഭുതകരമായ ഒരു വിടുതലാണ്, ഒരു വിമോചനത്തിൻ്റെ ഒരു സംഭവം ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ഒത്തിരി ഗുണമുണ്ട് അതിനകത്തുനിന്നേ. ഒന്ന് നമ്മളിപ്പം കണ്ടത് തൽക്കാലത്തെ അവൻ്റെ മൗനമോ അല്ലെ അവൻ്റെ ദുശാഠ്യമോ മാറി എന്നുള്ളതാണ്. പക്ഷെ അതല്ല, ഈ പ്രശ്നത്തിനകത്ത് കുഞ്ഞ് അടിയുറച്ചു പോകാൻ ഏതൊരു പാപകരമായ അന്തരീക്ഷത്തിലേക്കാണോ അതിന് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത് അവിടെ നിന്ന് വിടുതൽ പറിച്ചു മാറ്റപ്പെടാൻ അത് കാരണമാകുന്നുണ്ട്. അത് എന്നതാണെന്ന് ചിലപ്പോൾ നമ്മൾ അറിഞ്ഞുപോലും കാണില്ല. അങ്ങനത്തെ സാഹചര്യങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഡിസ്റ്റർബൻസ് വരുമ്പോൾ ആനാവെള്ളം വായിൽ കൊടുത്ത് നെറ്റിയിൽ വരച്ച് ഈ കണ്ണിലും മൂക്കിലും ഇങ്ങനെ ചെവിയിലേക്ക് ഒരു അധികാരവും ശക്തിയൊക്കെ തന്നെയാണ് ഇതുപോലത്തെ കാര്യം. നേരത്തെ പറഞ്ഞതുപോലെ രാത്രിയിൽ കുഞ്ഞുങ്ങൾ ഉറങ്ങുമ്പോൾ തലയെ കവിച്ച് പ്രാർത്ഥിക്കുക. അവർക്ക് ആനാവെള്ളം തെളിക്കുമ്പോൾ ഇങ്ങനെ കുരിശ് വരയ്ക്കുമ്പോൾ തന്നെ ഒരെണ്ണത്തിൽ വായിച്ചിട്ടുണ്ട്, ആസിഡ് മേത്തോട്ട് വീഴുന്ന പോലെയാണ് സാധാരണ ഫീൽ ചെയ്യുന്നത്. പക്ഷെ അന്നേരം ഇത് മക്കൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് ഇത് വരയ്ക്കുമ്പോഴത്തേക്ക് ആ ഒരു ഫീലിംഗിലാണ് ഇവരങ്ങ് വരയ്ക്കുന്നത്. പെട്ടെന്ന് തന്നെ ഡിസ്റ്റർബൻസിൽ നിന്ന് ഒരു മാറ്റം വരുന്നുണ്ട്. നമ്മുടെ സമയപരിമിതി മൂലം നമ്മുടെ കുഞ്ഞുങ്ങളെ തിരുത്തലിന്റെ ഈ ഒരു മുറിവുകൾ ഏൽപ്പിക്കാതെ എങ്ങനെ തിരുത്താവുന്ന ചർച്ചയുടെ പൂർത്തിയാകുകയാണ്. നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞു, എങ്ങനെ തിരുത്തണം, എന്ത് തിരുത്തണം, എല്ലാം തിരുത്തേണ്ടതാണോ, കർത്താവിൻ്റെ കണ്ണുകളോടെ തിരുത്തണ്ടേ? നമ്മൾ അത് പറഞ്ഞ് നിർത്താമെന്ന് വിചാരിക്കുന്നു. കർത്താവിൻ്റെ കണ്ണുകളോടെ നമുക്ക് തിരുത്താൻ പറ്റണം. പലപ്പോഴും നമ്മൾ തിരുത്തുന്നത് എന്തുകൊണ്ടാണ്? എൻ്റെ മകൻ അങ്ങനെ ചെയ്തു, അല്ല എൻ്റെ മകൾ അങ്ങനെ ചെയ്തു, അതെനിക്ക് നാണക്കേടുണ്ടാക്കി, അല്ലെങ്കിൽ എൻ്റെ വളർത്തുദോഷം ഒന്നും ആളെല്ലാവരും പറയും, അങ്ങനെയൊക്കെ തന്നെ പറഞ്ഞിട്ടൊക്കെ തന്നെ തിരുത്താറുണ്ട്. എൻ്റെ വളർത്തുദോഷം എന്ന് പറയും, എൻ്റെ കഴിവുകേടെന്ന് പറയും. അതൊന്നും ആവരുത് കുഞ്ഞുങ്ങൾ തിരുത്താനുള്ള കാരണം. അവർ വിശുദ്ധിയിൽ നടക്കാൻ അവർ വഴി തെളിച്ച് കൊടുക്കണം. പക്ഷെ ഇതിനൊക്കെ ഉപരിയായി കർത്താവ് പുറകിലുണ്ടെന്ന് കുഞ്ഞുങ്ങളെ പറഞ്ഞോർപ്പിക്കലാണ് ഏറ്റവും വലിയ തിരുത്തൽ എനിക്ക് തോന്നുന്നു. കർത്താവെല്ലാം കാണുന്നുണ്ട്, അവൻ നിനക്ക് സംരക്ഷണം നൽകുന്നുണ്ട്. മാതാപിതാക്കളല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് അവകാശി ദൈവം തന്നെയാണ്. എനിക്ക് തോന്നുന്നു ബൈബിളിലെ 2 രാജാക്കന്മാരിൽ ഏലീഷയുടെ ഒരു ഭാഗമുണ്ട്. ഏലീഷയെ ആക്രമിച്ച് പിടിച്ചുകൊണ്ട് പോകാനായി രാജാവ് പടയാളികൾ അയച്ചേക്കാണ്, ചുറ്റും അയച്ചേക്കാണ്. രാവിലെ എഴുന്നേറ്റ് നോക്കുന്ന ഏലിയായുടെ ഭൃത്യൻ കാണുന്നത് ചുറ്റും ഭടന്മാരാണ്. അപ്പോൾ എന്നിട്ട് ഭൃത്യൻ എലീഷയോട് പറയുകയാണ്, കണ്ടില്ലേ നമുക്ക് ചുറ്റും നമ്മൾ പിടിക്കപ്പെട്ടു. അപ്പോൾ എലീഷ മറുപടി പറയുകയാണ്, എൻ്റെ ദൈവമേ ഇവൻ്റെ കണ്ണുകൾ തുറക്കണമേ, ഇവൻ കാണട്ടെ. ഇത് പറഞ്ഞതും ഇവൻ്റെ കണ്ണുകൾ തുറന്നു ചുറ്റും നോക്കിയപ്പോൾ മലയിൽ മുഴുവൻ ആഗ്നേയ രഥങ്ങളും സ്വർഗീയ ദൂതന്മാരും മാലാഖമാരും നിരന്നു നിൽക്കുകയാണ്. കൂദാശകൾ സ്വീകരിച്ച് വളരുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചുറ്റും ഈ ആഗ്നേയ രഥങ്ങളും സ്വർഗത്തിന് സംരക്ഷണവും മാലാഖമാരും സ്വർഗവും മുഴുവനായുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളൊന്നും ഒത്തിരി വഴിമാറി പോകില്ല. ആര്? എങ്ങനെ ജീവിക്കുന്നവർ? കൂദാശവയാതെ വചനം വായിച്ച് സുവിശേഷത്തിൽ അടിയുറച്ച് വിശുദ്ധിയിൽ ബാല്യത്തിനെ ജീവിച്ചു തുടങ്ങുന്നവർ ചെറിയ ഡീവിയേഷൻസ് കാണിച്ചാലും മാതാപിതാക്കൾ പേടിക്കേണ്ട. ഒത്തിരി കഠിനമായിട്ട് തിരുത്തി നിങ്ങൾ ഇടറുകയും വേണ്ട. കാരണം കർത്താവിൻ്റെ കരം അവൻ്റെ മേൽ അവളുടെ മേൽ ഉയർന്നു നിൽപ്പുണ്ട്. നമുക്ക് കർത്താവിൻ്റെ കരത്തോട് ചേർന്നൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഈ ചേർന്ന് നിൽക്കുന്ന കുടുംബത്തെ മുഴുവൻ നീ സംരക്ഷിക്കണമേ. നിന്റെ അനുഗ്രഹത്തിന്റെ വലതുകരം ഈ കുടുംബത്തിന് ചുറ്റും നികർത്തിപ്പിടിക്കണമേ. അങ്ങയുടെ വലിയ ആ വിശുദ്ധിയുടെ സംരക്ഷണത്തിന്റെ കാപ്പയ്ക്കുള്ളിൽ ഈ മക്കളെ എല്ലാവരെയും പൊതിഞ്ഞു പിടിക്കണമേ. ഞങ്ങളെല്ലാവരും അറിയട്ടെ, ഞങ്ങളുടെ ആന്തരിക കണ്ണുകൾ തുറന്ന് ഞങ്ങൾ കാണട്ടെ, പ്രത്യേകിച്ച് മാതാപിതാക്കളായി ഞങ്ങൾ കാണട്ടെ, ഞങ്ങളുടെ മക്കൾ സ്വർഗത്തിന്റെ സംരക്ഷണത്തിലാണെന്ന്. ഞങ്ങളുടെ എന്തെങ്കിലും വാക്കുകൾ കൊണ്ടോ, ഞങ്ങളുടെ അഹങ്കാരം കൊണ്ടോ, ഞങ്ങളുടെ അഹന്ത കൊണ്ടോ, ഞങ്ങളുടെ മുറിവുകൾ കൊണ്ടോ ഞങ്ങൾ മക്കളെ തിരുത്തി അവരെ മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവേ നാഥ, നീ സൗഖ്യത്തിന്റെ വലതുകരം നീട്ടി ഞങ്ങളുടെ മക്കളുടെ ആ മുറിവുകൾ ഉണക്കണമേ. ഏതെങ്കിലും മേഖലയിൽ അവർക്കത് വലിയ മുറിവുകളായി പോയിട്ടുണ്ടെങ്കിൽ, തർക്കദോഷങ്ങൾക്ക് പോലും ഞങ്ങളുടെ തിരുത്തലുകൾ കാരണമായിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുള്ള ദേഷ്യത്തെ പ്രതി അവർ തുടർച്ചയായിട്ട് വീണ്ടും വീണ്ടും അതേ തെറ്റുകൾ തന്നെ ചെയ്യുവാൻ തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ
തമ്പുരാനെ നീ കരുണ തോന്നി അവരുടെ ഹൃദയത്തെ തൊടണമേ. ഈ വളർച്ചയുടെ പ്രായത്തിൽ തമ്പുരാനെ അവർ കാണിക്കുന്ന ചെറിയ ചെറിയ വ്യതിയാനങ്ങളൊക്കെ തമ്പുരാനെ സ്നേഹപൂർവ്വം കാണാൻ, അനുകമ്പയോടെ കാണാൻ, ഒത്തിരി മുറിവേൽപ്പിക്കാതെ സ്നേഹപൂർവ്വം അവരെ പറഞ്ഞു തിരുത്താൻ, ചേർത്ത് പിടിക്കാൻ, അവരെ ആശ്വസിപ്പിക്കാൻ, നല്ല അപ്പൻ ധൂർത്തപുത്രനായ മകനെ ചേർത്ത് പിടിച്ച് സ്വീകരിച്ചതുപോലെ അതേ ആർദ്രതയോടെ അവരെ ചേർത്ത് പിടിക്കാൻ മാതാപിതാക്കളായ ഞങ്ങൾക്ക് കൃപ തരണമേ. കർത്താവേ, ഞങ്ങളുടെ മക്കളെ നീ ഈ നിമിഷം തൊടണമേ. അവർക്ക് മാറ്റാൻ പറ്റാത്ത, അവർ നിസ്സഹായാവസ്ഥ അനുഭവിക്കുന്ന, അവർക്ക് എത്ര ശ്രമിച്ചിട്ടും വിട്ടുമാറ്റാൻ പറ്റാത്ത ചില പാപത്തിന് മേഖലകളൊക്കെ ഉണ്ടെങ്കിൽ, തിരുത്താൻ ആഗ്രഹിക്കുന്ന മേഖലകളൊക്കെ ഉണ്ട്. തമ്പുരാനെ, അവരുടെ ആ കുഞ്ഞു മനസ്സിനെ നീ ഈ നിമിഷം തന്നെ തൊട്ട് സൗഖ്യപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, മാതാവേ, ഈ ഭൂമിയിൽ ഏറ്റവും നല്ല അമ്മേ, സ്വർഗീയ മകനെ ഏറ്റവും മനോഹരമായി ഭൂമിയിൽ വളർത്തിക്കൊണ്ട് വന്നവളെ, ഞങ്ങളുടെ മക്കളെ പൂർണ്ണമായിട്ട് അമ്മയ്ക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് സാധിക്കാത്തത്, ഞങ്ങൾക്ക് തിരുത്താൻ പറ്റാത്തത് അമ്മ കൂടെ നിന്ന് തിരുത്തണമേ. നമുക്ക് തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സ്വർഗം മുഴുവന്റെയും മാധ്യസ്ഥവും സംരക്ഷണവും നമ്മോട്, നമ്മുടെ കുടുംബത്തോടും മക്കളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും. മധുരമോ